വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ വ്യായാമ ശേഷവും അല്ലെങ്കിൽ വ്യായാമം ചെയ്യാത്ത ദിവസങ്ങളിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സംഗതി ശരിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില പ്രക്രിയകളെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ട് പ്രക്രിയകൾ. അതിൽ ഒന്ന് ആഫ്റ്റർ ബേൺ എഫക്റ്റ്, രണ്ട് BMR. ആദ്യം നമുക്ക് ആഫ്റ്റർ ബേൺ എഫക്റ്റ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ആഫ്റ്റർ ബേൺ എഫക്റ്റ് ഓഫ് എക്സർസൈസ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ വ്യായാമ ശേഷം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കൂടുതലായിട്ടുള്ള കാലറിയുടെ ഉപയോഗത്തെയാണ് ആഫ്റ്റർ ബേൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടർമാർ അതിനെ EPOC എന്നാണ് പറയുന്നത്. അതായത് എക്സസ് പോസ്റ്റ് എക്സർസൈസ് ഓക്സിജൻ കൺസംപ്ഷൻ എന്നാണ്. അപ്പോൾ വ്യായാമ ശേഷം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കൂടുതലായിട്ടുള്ള ഓക്സിജന്റെ ഉപയോഗവും കാലറിയുടെ ഉപയോഗവും ഇത് രണ്ടും കാണിക്കുന്ന ഒന്നാണ് ആഫ്റ്റർ ബേൺ എഫക്റ്റ്. നമ്മൾ ഒരു വണ്ടി അല്ലെങ്കിൽ കാറ് കുറച്ചു ദൂരം ഓടിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എൻജിൻ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ആ ചൂട് കുറച്ചു സമയം കൂടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കി കാണും. അതുപോലെ തന്നെയാണ് ആഫ്റ്റർ ബേൺ എഫക്റ്റും. അതായത് വ്യായാമ സമയത്ത് നമ്മൾ കാലറി ചെലവാക്കുന്നു, വ്യായാമ ശേഷവും കുറച്ച് സമയം കൂടി നമ്മൾ കാലറി ചെലവാക്കുന്നു. അപ്പോൾ ഈ ആഫ്റ്റർ ബേൺ എഫക്റ്റ് എല്ലാ വ്യായാമത്തിന് ശേഷവും കിട്ടുകയില്ല. സ്ട്രെനുവസ് എക്സർസൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതായത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്, അതായത് HIIT, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സർസൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട്, അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നു. നമ്മൾ 1 മണിക്കൂർ ഓടുന്നു അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കാലിന്റെ പേശികളിലേക്കൊക്കെ കൂടുതൽ ഓക്സിജൻ എത്തിക്കണം. അപ്പോൾ നമ്മൾ ഓടുമ്പോഴൊക്കെ നമ്മുടെ ശ്വാസകോശം എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ ഒരു ഓക്സിജൻ ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. പക്ഷേ ശരീരം അതിനെ മറികടക്കാൻ വേണ്ടി വേറൊരു പാത്വേയിൽ കൂടി നമുക്ക് എനർജി ലഭ്യമാക്കുന്നു. അതായത് അനറോബിക് പാത്വേ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓക്സിജന്റെ ഒരു കടം അവിടെ കിടക്കുന്നത് കൊണ്ട് വ്യായാമ ശേഷവും ആ കടം നികത്താൻ വേണ്ടി നമ്മുടെ ശരീരം കൂടുതൽ ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഈ സ്ട്രെനുവസ് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലിനകത്തൊക്കെ മസിൽ ഫൈബേഴ്സിനകത്ത് ചെറിയ മൈക്രോ ടയർ ഉണ്ടാകുന്നുണ്ട്. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൂടുതൽ കാലറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. അതുപോലെ തന്നെ പുതിയ മസിൽ ടിഷ്യൂ ഉണ്ടാകുന്നതിന് വേണ്ടി, അതായത് മസിലിന്റെ വലിപ്പം വർദ്ധിപ്പിക്കണ്ടേ, അന്നേരം അതിനു വേണ്ടിയും കുറച്ച് കാലറി ചെലവാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എനറോബിക് പാത്വേയിൽ കൂടി നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടെ ഒരു മെറ്റബോളിക് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതായത് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അതിനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളണം, അതിനും കാലറി ആവശ്യമാണ്. പിന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. വ്യായാമ സമയത്ത് അതിനെ തിരിച്ച് നോർമൽ ലെവലിൽ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടല്ലോ, ആ ഹാർട്ട് റേറ്റിനെയും തിരിച്ച് നോർമൽ ലെവലിൽ റെസ്റ്റിംഗ് പീരീഡിൽ ഉള്ളതുപോലെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം കുറച്ച് കാലറി ചെലവാക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂടുന്നു, അതായത് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നു. അതിനെയാണ് BMR എന്ന് പറയുന്നത്. അപ്പോൾ ഈ BMR എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിശ്രമ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ചെലവാക്കുന്ന കാലറി അല്ലെ ഊർജത്തെയാണ് ഈ BMR എന്ന് പറയുന്നത്. നമ്മൾ വിശ്രമ സമയത്തും നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കണം, നമ്മുടെ ലങ്സ് പ്രവർത്തിക്കണം, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കണം, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കാലറി ചെലവാകുന്നുണ്ട്. അതിനെയാണ് BMR എന്ന് പറയുന്നത്. എല്ലാ വ്യായാമ സമയത്തും ഈ BMR കൂടുന്നില്ല. നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യണം, അതായത് മസിൽ പുഷ്ടിപ്പെടുത്തുന്ന വ്യായാമം. നമ്മൾ ജിമ്മിൽ പോകുന്ന ചില പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അവരുടെ ചെസ്റ്റിലെ മസിലുകൾ നല്ല മെഴിച്ചിരിക്കും. അതുപോലെ തന്നെ ഷോൾഡറിലെ മസില്, കൈയിലെ അപ്പർ ആമിന്റെ മസില് ഒക്കെ നല്ലപോലെ വലിപ്പം വെച്ച് സുദൃഢമായിരിക്കുന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മസിൽ മാസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ BMR കൂടുന്നു. BMR മാത്രമല്ല, ആഫ്റ്റർ ബേൺ എഫക്റ്റും കൂടുന്നുണ്ട് അവിടെ. അതായത് ആഫ്റ്റർ ബേൺ എഫക്റ്റ് വിൽ ബിക്കം മോർ സ്ട്രോങ്ങർ ആൻഡ് ലോങ്ങർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം വ്യായാമ സമയത്താണ് ഇങ്ങനെ ഈ BMR കൂടുന്നതും ആഫ്റ്റർ ബേൺ എഫക്റ്റ് കിട്ടുന്നതും? അത് 2 or 3 തരത്തിലുള്ള വ്യായാമങ്ങൾ മാത്രമേ നമുക്ക് ഈ പ്രയോജനം നൽകുന്നുള്ളൂ. ഒന്ന് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്, അതായത് HIIT, അതായത് ഹൈ ഇന്റൻസിറ്റി ഉള്ള വ്യായാമങ്ങളും
അതല്ലാത്ത വ്യായാമങ്ങളും നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ്, നമ്മൾ മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ലിഫ്റ്റിംഗ്, ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സർസൈസ്. മൂന്നാമതായിട്ട് കോമ്പൗണ്ട് എക്സർസൈസ് എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ പേശികളും സന്ധികളും ഉപയോഗിക്കുന്ന ചില വ്യായാമ മുറകളെയാണ് കോമ്പൗണ്ട് എക്സർസൈസ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിലെ പേശികൾ, അതുപോലെ തന്നെ ഷോൾഡർ പേശികൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രൈസെപ്സ് പേശികൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അത് വലുതാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ക്വാറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കാലിലെ പേശികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കാലിലെ പേശികളാണ് ഏറ്റവും വലിയ പേശികൾ. അതായത് ക്വാഡ്രിസെപ്സ് ഉണ്ട്, ഹാംസ്ട്രിങ് ഉണ്ട്, നമ്മുടെ ഗ്ലൂട്ടിയസ് മസിൽ, അതുപോലെ തന്നെ കാഫ് മസിൽ ഒക്കെ അവിടെ വലുതാകുന്നുണ്ട്. അപ്പോൾ ഈ ആഫ്റ്റർ ബേൺ എഫക്റ്റിന്റെ പ്രയോജനങ്ങൾ എന്താണ്? ആഫ്റ്റർ ബേൺ എഫക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം നമ്മൾ കാലറി കൂടുതൽ ചെലവാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാലറി കൂടുതലായിട്ട് ചെലവാകുമ്പോൾ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ്, അതായത് അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ അത് സഹായിക്കുന്നു. നമുക്ക് പ്രമേഹം ഉള്ളവർക്ക് അവരുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. കാരണം അത് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നുണ്ട്. കാലറി കൂടുതലായിട്ട് ചെലവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസ് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം കൂടുന്നു, അതായത് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയാകുന്നു. പക്ഷേ ഈ ആഫ്റ്റർ ബേൺ എഫക്റ്റിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് ആഫ്റ്റർ ബേൺ എഫക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം കാലറി ചെലവാകുന്നു എന്നുള്ളതാണ്. പക്ഷെ കാലറി ചെലവാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആഫ്റ്റർ ബേൺ എഫക്റ്റിനെ ആശ്രയിക്കുന്നത് അത്ര ശരിയല്ല. കാരണം നിങ്ങളൊരു സ്ട്രെനുവസ് എക്സർസൈസ് 1 മണിക്കൂർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ 500 കാലറി ഊർജം അവിടെ കാലറി ചെലവാക്കിയാലും ആഫ്റ്റർ ബേൺ എഫക്റ്റിന്റെ പ്രയോജനം കൊണ്ട് ഏതാണ്ട് നിങ്ങൾക്ക് 30 മുതൽ 75 കാലറി ഊർജം മാത്രമേ ചെലവാകുകയുള്ളൂ. അതായത് കുറച്ച് കാലറി മാത്രമേ ആഫ്റ്റർ ബേൺ എഫക്റ്റ് കൊണ്ട് ചെലവാകുള്ളൂ. അപ്പോൾ ഈ ആഫ്റ്റർ ബേൺ എഫക്റ്റിന്റെ പ്രയോജനങ്ങൾ എത്ര നാൾ കിട്ടും എന്നുകൂടി അറിയണ്ടേ? 15 മിനിറ്റ് മുതൽ 48 മണിക്കൂർ വരെയാണ് ഇത് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ആദ്യത്തെ 1 മണിക്കൂറാണ്. 1 മണിക്കൂറിന് ശേഷം അത് അല്പം കുറയും. അപ്പോൾ ഈ ആഫ്റ്റർ ബേണിന്റെ എഫക്റ്റിന്റെ പ്രയോജനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം നമ്മളൊരു വ്യായാമത്തെ തിരഞ്ഞെടുക്കുന്നത് അത്ര ശരിയല്ല. കാരണം ആഫ്റ്റർ ബേൺ എഫക്റ്റ് കിട്ടുന്നത് സ്ട്രെനുവസ് എക്സർസൈസിന് ശേഷമാണ്. ഈ സ്ട്രെനുവസ് എക്സർസൈസ് പ്രായമുള്ളവരൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രായമുള്ള 60-70 വയസ്സുള്ള ആള് 1 മണിക്കൂർ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ട്രെനുവസ് എക്സർസൈസ് ആണ്. അപ്പോൾ അതൊക്കെ മുട്ടിന് ചിലപ്പോൾ വേദന ഉണ്ടാകാം, മുട്ടിന് തേയ്മാനം ഉണ്ടാകാം, പിന്നെ ചിലപ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാകാം. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും ഹെൽത്ത് ഗോൾ അനുസരിച്ച് വേണം. അതായത് ചിലർക്ക് വെയിറ്റ് മാനേജ്മെന്റ് ആണ് വേണ്ടത്, ചിലർക്ക് വെറുതെ ആരോഗ്യ സംരക്ഷണം മാത്രം മതിയാവും, ചിലർക്ക് എൻഡ്യൂറൻസ് വേണം, മസിൽ മാസ് ഡെവലപ്പ് ചെയ്യണം, ചിലർക്ക് ഡയബറ്റിക് കൺട്രോൾ വേണം. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാണ് വ്യായാമത്തിനുള്ളത്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മുടെ വ്യായാമത്തെ തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ ഈ ആഫ്റ്റർ ബേൺ എഫക്റ്റിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആരോഗ്യം സംബന്ധിച്ചുള്ള പല കാര്യങ്ങളെ പറ്റിയുമുള്ള 14 പുസ്തകങ്ങൾ ഞാൻ രചിച്ചിട്ടുണ്ട്. അതെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. അപ്പോൾ ആ പുസ്തകങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വാങ്ങി വായിക്കുകയാണെങ്കിൽ ധാരാളം പ്രയോജനങ്ങൾ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.